ഹലോ ഹലോ ഹലോ. സോ ഈ പട്ടി സാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ നെയിം ഞാൻ മാറ്റിയിട്ടുണ്ട്. ഇനി മുതൽ കിരൺസ് ഇൻസൈറ്റ് ഒരു പട്ടി സാറാണ്, നിങ്ങളുടെ എല്ലാവരുടെയും പട്ടി സാറായിട്ട് മാറുകയാണ്. സോ ഇങ്ങനെ പേര് മാറ്റാൻ ഒരു കാരണമുണ്ട്, അത് ഞാൻ വീഡിയോ ആയിട്ട് തന്നെ ഇടാം. ഒരു ദിവസം ഒരു വലിയ വീഡിയോ ആയിട്ട് തന്നെ വരും. അതിൻ്റെ എഡിറ്റിംഗ് പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് പറയാനുള്ളത് നമ്മുടെ സ്ട്രേഞ്ചർ തിങ്സ് അതിൻ്റെ പുതിയ സീസൺ വന്നിട്ടുണ്ട്. സീസൺ 5 വന്നിട്ട് കുറച്ച് നാളായി, പക്ഷേ ഇപ്പോഴാണ് വീഡിയോ എനിക്ക് ടൈം കിട്ടിയത്. ഞാൻ പറഞ്ഞില്ല, എനിക്ക് എക്സാം ഒക്കെ ആയതുകൊണ്ട് പിന്നെ അതിൻ്റെ കുറച്ച് തിരക്കൊക്കെ ആയിരുന്നു. സ്റ്റഡി ലീവ്, പ്രാക്ടിക്കൽ, തിയറി, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അത് പറഞ്ഞുകൊണ്ടിരിക്കാൻ സമയമില്ല. ഇപ്പം നമുക്ക് സ്ട്രേഞ്ചർ തിങ്സ് സീസൺ 5 എപ്പിസോഡ് 1 ദ ക്രോൾ, ആ എപ്പിസോഡിന്റെ ഒരു എക്സ്പ്ലനേഷനാണ് ഇന്നിടാൻ പോകുന്നത്. സോ നമുക്ക് എക്സ്പ്ലനേഷൻ തുടങ്ങാം. സോ അങ്ങനെ മൂവി ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ആ ഒരു ഫസ്റ്റ് 5 മിനിറ്റ്സ് ആണ് കാണിക്കുന്നത്. ഫസ്റ്റ് 5 മിനിറ്റ്സ് ഏതാണെന്ന് പറഞ്ഞാൽ നമുക്ക് ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത്. ഫ്ലാഷ് ബാക്ക് നമ്മുടെ പണ്ടത്തെ വില്ലുണ്ടല്ലോ, മറ്റേ 1985 നടന്ന സംഭവം. ആ ഒരു ടൈമിൽ വില്ലനെ കടത്തിക്കൊണ്ട് പോകും, എവിടെ അപ്സൈഡ് ഡൗണിലേക്ക് കൊണ്ടുപോകുമല്ല. ആ ഒരു മൊമെന്റ്സ് അത് നമുക്കിപ്പോൾ കാണിച്ചു തരികയാണ്. കാസ്റ്റിൽ ബയേഴ്സിൽ നമ്മുടെ വില്ല് പാട്ട് പാടിക്കൊണ്ട് കിടക്കുകയാണ്. ഞാൻ ഈ വില്ല് പാട്ട് പാടുന്ന പറഞ്ഞത് പേടിച്ചാണ് പാടുന്നത്. ഈ പേടിച്ച് ഒരിടത്ത് ചുരുണ്ടുകൂടി കിടന്ന് അങ്ങനെയാണ് പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നത്. കാരണം ആ ഒരു പേടി മാറ്റാൻ വേണ്ടി, അവന് ചെറിയൊരു ധൈര്യം കിട്ടാൻ വേണ്ടി അങ്ങനെ ഒരു പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അവനെ കാണാൻ വേണ്ടി മറ്റു ഡെമോകൾക്ക് അങ്ങോട്ട് വരുന്നത്. കാണാനാണ് വന്നത്, പിടിച്ചോണ്ട് പോകാനാണ് വന്നത്. സോ ഈ ഡെമോകനെ ആര് പറഞ്ഞു വിട്ടത് നമുക്കറിയാം. ആരായിരിക്കും പറഞ്ഞു വിട്ടത്? നമ്മുടെ വെഗ്നെ ആയിരിക്കാം. ഓക്കെ, ഞാൻ ഇപ്പോഴേ എല്ലാം പറഞ്ഞു പറയണം. ഓക്കെ എല്ലാം വിട്. അപ്പം ഇങ്ങനെ ഡെമോക് ഇങ്ങനെ പിടിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. വില്ലാണെങ്കിൽ ഇറങ്ങി ഓടുകയാണ്. ഓടി 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 ഒരു മരത്തിൻ്റെ മണ്ടയിൽ ചെന്ന് കയറുകയാണ്. സോ അങ്ങനെ അവർ മരത്തിൽ പിടിച്ചിട്ട് അടുത്ത മരത്തിൽ പിടിച്ച് കയറാൻ നോക്കിയപ്പോഴാണ് ആ ശിഖരം പൊട്ടി തറയിൽ വീഴുന്നത്. തറയിൽ വീണ ഉടനെ അവൻ ബോധം കെട്ട് പോവുകയാണ്. കാരണം അത്രയ്ക്ക് ഉയരത്തിന്നല്ലേ വീണത്. അത് ബോധം കെട്ട് പോവുകയാണ്. അപ്പോഴേക്കും ആ ഡെമോകൻ അങ്ങോട്ട് വന്നിട്ട് അവനെ പിടിച്ചുകൊണ്ട് പോവുകയാണ്. എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നതെന്ന് പറഞ്ഞാൽ എങ്ങോട്ടായിരിക്കും, ആരുടെ അടുത്തായിരിക്കും കൊണ്ടുപോകുന്നത്? അത് വേറെ ആരുമല്ല, നമ്മുടെ സ്വന്തം വെഗ്നയാണ്, അല്ലെങ്കിൽ ഹെൻറിയാണ്. സോ അവനിങ്ങനെ വില്ലനെ കണ്ടിട്ട് അങ്ങോട്ടേക്ക് വരികയാണ്. അങ്ങോട്ടേക്ക് വന്നിട്ട് നമ്മുടെ വില്ലനെ എടുത്തിട്ട് അവന്റെ ഒരു സൈക്കിക് എബിലിറ്റി, അല്ലെങ്കിൽ ആ ഒരു ഹെൻറിയുടെ ആ ഒരു എബിലിറ്റി വെച്ചിട്ട് ഈ വേരുകളുണ്ടല്ലോ, ഈ വേരുകളിൽ നമ്മുടെ വില്ലിനെ ട്രാപ്പ് ചെയ്തിടുകയാണ്. ട്രാപ്പ് ചെയ്തിട്ട് അവന്റെ മൗത്തിലേക്ക് എന്തോ ഇഞ്ചക്ട് ചെയ്ത് കൊടുക്കുകയാണ്. എന്ന് പറഞ്ഞാൽ വില്ലിന്റെ മൗത്തിലേക്ക് എന്തോ വേരിങ്ങനെ കയറ്റിയിട്ട് അങ്ങോട്ടേക്ക് എന്തോ പാസ് ചെയ്ത് കൊടുക്കുകയാണ്. അത് നമുക്ക് എന്താണെന്നൊക്കെ പിന്നെ അറിയാം, ഇപ്പൊ ഇങ്ങനെ അറിഞ്ഞാൽ മതി. ഓക്കെ, സോ അത് അവിടെ വെച്ച് കട്ട് ചെയ്തിട്ട് നമുക്ക് അടുത്തതായിട്ട് കാണിക്കുന്നത് 1987 എന്ന് പറഞ്ഞാൽ വില്ല് കാണാതെ പോയതിനു ശേഷം 4 വർഷം കഴിഞ്ഞുള്ള വർഷമാണ് ഇപ്പൊ കാണിക്കുന്നത്. അത് ആരുടെ വീടായിരിക്കും നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ. നമുക്ക് സീസൺ 1 കാണിച്ചതുപോലെ തന്നെ ഇപ്പൊ ഫസ്റ്റ് കാണിക്കുന്നത് ആരുടെ വീടാണ്? മൈക്കിന്റെ വീടാണ്. സോ മൈക്കിന്റെ വീട്ടിലെ മൈക്കിന്റെ അനിയത്തി പ്ലേറ്റൊക്കെ എടുത്ത് റെഡിയാക്കി വെക്കുകയാണ് ഫുഡ് കഴിക്കാൻ വേണ്ടി. അപ്പോഴാണ് മൈക്കിന്റെ അനിയത്തി എന്തോ ആരെയോ ഒരാളെ കാണുന്നത്. അത് കണ്ട് അങ്ങോട്ടേക്ക് ശ്രദ്ധിച്ച് പോയപ്പോഴാണ് പെട്ടെന്ന് മൈക്കിന്റെ അമ്മ വന്ന് വിളിക്കുന്നത്, അവൾ ഡിസ്ട്രാക്ട് ആകുന്നത്. അതിനുശേഷം നമുക്ക് മൈക്കിനെ കാണിക്കുകയാണ്. മൈക്കാണെങ്കിൽ അവന്റെ ചേച്ചിയുടെ റൂം എന്ന് പറഞ്ഞ് ഇങ്ങനെ തട്ടി നോക്കിയപ്പോഴാണ് അവിടെ നിന്ന് ആര് വരുന്നത്? നമ്മുടെ വില്ലിന്റെ അമ്മയൊക്കെ ഇറങ്ങി വരുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ടാണ്, വില്ലിന്റെ അമ്മ എങ്ങനെ ഇവിടെ വന്നതെന്നൊരു ഡൗട്ട് കാണും. എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമുക്ക് സീസൺ 3 ലാസ്റ്റ് ആയപ്പോഴും കണ്ട വില്ലിന്റെ അമ്മ ആ ഒരു വീട് സെയിൽ ചെയ്ത് അല്ലെങ്കിൽ കൊടുത്തിട്ട് കാലിഫോർണിയയിൽ പോയില്ലേ. സോ കാലിഫോർണിയയിൽ പോയിട്ട് സീസൺ 4 ഒക്കെ ആയപ്പോൾ തിരിച്ചു വന്നിട്ട് ഇപ്പോൾ മൈക്കിന്റെ വീട്ടിലാണ് താമസിക്കുന്നത് എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, അവസാനം അതെല്ലാം കഴിഞ്ഞിട്ട് എല്ലാവരും ഫുഡ് കഴിക്കാനൊക്കെ വേണ്ടി റെഡി ആയിരിക്കുകയാണ്. അപ്പോഴാണ് മൈക്കിന്റെ അച്ഛൻ നോക്കുന്നത്. എല്ലാവരും ഭയങ്കര ഫാസ്റ്റില് ധൃതിയിൽ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അയാൾ കഴിക്കാനെടുക്കാൻ നേരത്ത് അയാളുടെ സാധനം ബാക്കി എല്ലാവരും വാങ്ങിച്ച് കഴിക്കുകയാണ്, ഐ മീൻ ഫുഡ്. സോ അവരെല്ലാം പറഞ്ഞു വിട്ടിട്ട് മൈക്കിന്റെ അമ്മയുടെ റിയാക്ഷൻ അപ്പോൾ കാണിക്കുകയാണ്. വില്ലും അവരുടെ ഫാമിലി ഒന്നും അവിടെ ഉള്ളത് അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഓക്കെ, അത് നമുക്ക് വ്യക്തമായിട്ട് കാണിച്ചിരിക്കുകയാണ്. അതിനുശേഷം നമുക്ക് കാണിക്കുന്നത് നമ്മുടെ മൈക്കിന്റെ അനിയത്തി, വിൽ എല്ലാവരും സ്കൂളിലേക്ക് പോകുന്നതാണ് കാണിക്കുന്നത്. ഇപ്പോഴും സൈക്കിൾ തന്നെ. ഓക്കെ, സൈക്കിൾ ഒരു കോമൺ ഫാക്ടറാണ് ഈ സ്ട്രേഞ്ചർ തിങ്സിന്. സോ വരുന്ന വഴിയിൽ നമ്മുടെ മൈക്കിന്റെ അനിയത്തി ഏതോ ഒരു FM കേട്ടോണ്ടിരിക്കുകയാണ്. സോ അത് ഏത് FM ആണെന്ന് വെച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കി തരുന്നത് ആരുടെ FM ആണ്? നമ്മുടെ റോബിനും പിന്നെ നമ്മുടെ സ്റ്റീവും ഒരു ബ്രോഡ്കാസ്റ്റ് ചാനലിൽ വർക്ക് ചെയ്യുകയാണ് ഇപ്പോൾ. സോ അവരുടെ FM ആണ് ഇപ്പൊ കേൾപ്പിക്കുന്നത്, ഒരു പോഡ്കാസ്റ്റ് അതാണ് കേൾപ്പിക്കുന്നത്. സോ അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കിയും ചിരിച്ചും റോസ്റ്റ് ചെയ്ത് അങ്ങനെയൊക്കെയാണ് സംസാരിക്കുന്നത്, അറിയാമല്ലോ. പക്ഷെ നമ്മുടെ റോബിൻ പറയുന്നത് ശ്രദ്ധിച്ച് കേട്ടാൽ നമുക്ക് മനസ്സിലാവും. അങ്ങോട്ടാണ് കളിയാക്കുന്നത് മാത്രമല്ല, സീസൺ 4 എപ്പിസോഡിൽ ലാസ്റ്റ് ആയിട്ട് നടന്ന കാര്യങ്ങൾ നമുക്ക് എടുത്ത് പറയുന്നുണ്ട്. എന്താണെന്ന് പറഞ്ഞാൽ ആ ഏരിയയിൽ ഒരു എർത്ത് അല്ലെങ്കിൽ ഭൂകമ്പം പോലെ ഒരു സംഭവം സംഭവിച്ചിട്ടുണ്ടായിരുന്നു ആ ടൈമിൽ. അപ്പം ഒരു പുതിയ ഗേറ്റ് ഓപ്പൺ ആകുന്നതും പിന്നെ ആ ഗേറ്റിന് ചുറ്റുമായിട്ട് ഇപ്പോൾ മിലിറ്ററി ബേസസ് ഒക്കെ വന്നിട്ടുണ്ട്. അതെല്ലാം ഒരു പ്രൊട്ടക്റ്റഡ് ഏരിയ ആയിട്ട് അല്ലെങ്കിൽ അത് റെസ്ട്രിക്റ്റഡ് ഏരിയ ആയിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ്. സോ ആ ഏരിയയിലോട്ട് ആരും കടത്തിവിടില്ല എന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ പറയുകയാണ്. പിന്നെ വേറൊരു കാര്യം കൂടെ വ്യക്തമാക്കുന്നുണ്ട്. ഈ ഒരു ഇൻസിഡന്റിന് ശേഷം ഇവിടെ ജീവിക്കുന്ന ആൾക്കാർക്ക് റെഗുലർ ആയിട്ടുള്ള ഒരു മെഡിക്കൽ ചെക്കപ്പും നടത്തുന്നുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാക്കി പറയുന്നുണ്ട്.
അവിടെ ഇങ്ങനെ മറ്റേ എർത്തുക്കൊക്കെ വന്നതുപോലെ ഫുള്ളായിട്ട് ആ ഒരു ഗ്രൗണ്ടിൽ നിന്ന് ഓപ്പൺ ആയിട്ട് വന്നിരിക്കുന്നത്. സോ ആ ഗ്രൗണ്ട് ഫുള്ള് ഒരു മെറ്റൽ പ്ലേറ്റ് വെച്ചാണ് ഇങ്ങനെ കവർ ചെയ്തിരിക്കുന്നത്. പക്ഷെ ആ മെറ്റൽ പ്ലേറ്റിൽ പിള്ളേരെ കയറിക്കുന്നത് നിരങ്ങുകയാണ് എന്ന് പറഞ്ഞാൽ കളിക്കുക, സ്ലൈഡിങ് ഉണ്ടല്ലോ അത് വെച്ച് കളിക്കുകയാണ്. അപ്പോൾ അത് മിലിറ്ററീസൊക്കെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ കുട്ടികളെ കയറിക്കുന്നത് നിരങ്ങുകയാണ്. മിലിറ്ററിയിൽ ആരെങ്കിലും കണ്ടാൽ അടിച്ചു ഓട്ടിക്കും. ഇതിപ്പം കുട്ടികളുടെ ഒരു പ്ലേ ഗ്രൗണ്ട് ആയിട്ട് മാറിയിരിക്കുകയാണ്. സോ ഇങ്ങനെയൊക്കെ എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് റോബിൻ അവസാനം ഞാൻ അത് അവസാനിപ്പിക്കാൻ പോവുകയാണ്. ലാസ്റ്റ് ആയിട്ട് ഒരു പാട്ടും കൂടെ ഇടാന്ന് പറഞ്ഞ് ഒരു പാട്ടിടാൻ വേണ്ടി പ്ലേ ചെയ്യാൻ പോയപ്പോഴാണ് ആ പാട്ട് ആർക്കാണ് പ്ലേ ചെയ്യണമെന്ന് പറഞ്ഞാൽ നമുക്കപ്പോൾ വേറെ കുറെ സത്യങ്ങളൊക്കെ അറിയാണ്. അതില് വേറൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു, ഏതാ മറ്റേ ഒരു ചിയർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞ ആ ഒരു ഗ്രൂപ്പിലുള്ള ഒരു പെൺകുട്ടിയായിരുന്നു. അങ്ങനെ കണ്ട് ആ കുട്ടിക്ക് വേണ്ടി, ആ കുട്ടിയെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി ആ കുട്ടിയുടെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള സോങ് പ്ലേ ചെയ്യാൻ ശ്രമിക്കുകയാണ്. പക്ഷേ പാട്ട് പ്ലേ ചെയ്യാൻ പോയപ്പോൾ പാട്ട് പ്ലേ ആകുന്നില്ല. എന്ത് പറ്റി, ഇനി മിലിറ്ററീസാവല്ല ഞാൻ ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് സിഗ്നൽസ് ബ്ലോക്ക് ആക്കിയോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ റോബിനും ഉണ്ട്, സ്റ്റീവും ഉണ്ട്. എന്തായാലും ഇത് സ്റ്റീവിനെ കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റൂല എന്ന് പറഞ്ഞതുകൊണ്ട് ഡസ്റ്റിനെ കോൾ ചെയ്യുകയാണ് നമ്മുടെ സ്റ്റീവ്. പണ്ടേ ഡസ്റ്റിനും സ്റ്റീവും ഭയങ്കര ഒരു കോംബോയാണ്, അത് പ്രത്യേക ഒരു വൈബാണ് രണ്ടുപേരും ഉണ്ടെങ്കിൽ തന്നെ. അങ്ങനെ ഇതൊക്കെ പറയാൻ വേണ്ടി ഡസ്റ്റിനെ കോൺടാക്ട് ചെയ്യുന്നപ്പോഴാണ് നമുക്ക് ഡസ്റ്റിനെ കാണിക്കുന്നത്. ഡസ്റ്റിനെ കാണിക്കുമ്പോഴാണ് ഡസ്റ്റിൻ പറയുന്നത് എന്തെങ്കിലും ലൂസ് കണക്ഷൻ ആയിരിക്കും, ഇതിനൊക്കെയാണ് നീ എൻ്റെ അടുത്ത് സംശയം ചോദിക്കുന്നത്. ഇനി നിനക്ക് അത് നോക്കാൻ അറിയില്ലെങ്കിൽ നിനക്ക് അവിടെ മാനുവല് കാണുമല്ലോ, അതെങ്കിലും എടുത്ത് വെച്ച് വായിച്ച് നോക്ക്, എന്നിട്ട് നീ ചെയ്ത് നോക്ക്. ഇനി മാനുവല് വേറെ ലാംഗ്വേജ് ആണെങ്കിൽ പോലും നീ ആ ലാംഗ്വേജ് പഠിക്കാൻ നോക്കുക, അല്ലാതെ എനിക്ക് നിന്നെ ABCD പഠിപ്പിച്ചുകൊണ്ടിരിക്കാൻ സമയമൊന്നുമില്ലെന്ന് പറഞ്ഞ് കോളം കട്ട് ചെയ്യുകയാണ് ഡസ്റ്റിൻ. പഴയ സീസൺ പോലെ അല്ല, ഈ സീസണിൽ ഭയങ്കര സീരിയസ് ആണ്, അത് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. പിന്നെ ഡസ്റ്റിൻ ഇട്ടോണ്ട് വന്ന ഡ്രസ്സ് ഏതാണെന്ന് പറഞ്ഞാൽ ഒരു ക്ലബിൽ ഒരു പർട്ടിക്കുലർ ഡ്രസ്സ് ഉണ്ട്, ആ ഡ്രസ്സാണ് ഡസ്റ്റിൻ ഇട്ടോണ്ട് വന്നത്. എല്ലാവരും ഭയങ്കര വിയേർഡായിട്ട് ഡസ്റ്റിനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഡസ്റ്റിൻ ഭയങ്കര കൂളായിട്ട് നിങ്ങളെ എങ്ങനെയാണോ നോക്കണേ, എന്റെ ഇഷ്ടത്തിൽ ഞാൻ നടക്കൂലൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര കൂൾ കാം ആറ്റിറ്റ്യൂഡൊക്കെ അടിച്ച് നടക്കുകയാണ്. അപ്പോഴാണ് നമുക്ക് കഴിഞ്ഞ സീസണിൽ ഒരു പയ്യൻ ഉണ്ടായിരുന്നു, ജെയ്സൺ എന്ന് പറഞ്ഞ പയ്യൻ. ആ ജെയ്സൺ എന്ന് പറഞ്ഞ പയ്യന്റെ ഒരു ഫ്രണ്ട്, ആ ഫ്രണ്ടിന്റെ പേരെന്താണെന്ന് പറഞ്ഞാൽ ആന്റിൻ എന്ന് പറഞ്ഞ ആ പയ്യനാണെങ്കിൽ നീ എന്തിനീ ഡ്രസ്സ് ഇടുന്നതെന്ന് പറഞ്ഞ് ഡസ്റ്റിന്റെ അടുത്ത് പോയി വഴക്കൂടാൻ നോക്കുകയാണ്. വഴക്കൂടാൻ നോക്കുകയാണ്, പ്രശ്നം ഉണ്ടാക്കാൻ നോക്കുക. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയായി പിടിയായി ആ ഡ്രസ്സ് തന്നെ വലിച്ചു കീറുകയാണ് ഡസ്റ്റിന്റെ. അപ്പോഴാണ് നമുക്ക് വേറൊരാളെ കാണിക്കുന്നത്, ലൂക്കസ്. അപ്പോഴാണ് ലൂക്കസ് അങ്ങോട്ടേക്ക് വരുന്നത്. ലൂക്കസ് അങ്ങോട്ടേക്ക് വന്നപ്പോൾ ഈ ഒരു ആന്റിനാണെങ്കിൽ ലൂക്കസിനെ എന്തോ വിയേർഡായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്, എന്താ പറയുക ദ്രോഹം ചെയ്ത ഒരാളെ പോലെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. ലൂക്കസ് അങ്ങോട്ടേക്ക് വന്നിട്ട് ഇങ്ങനെ പറയുകയാണ് പ്രശ്നമൊന്നും ഉണ്ടാക്കാതെ പോ, അല്ലെങ്കിൽ നിന്റെ അറുത്തുകളെന്നൊക്കെ പറയുകയാണ്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് ആരൊക്കെ വരുന്നത്, നമ്മുടെ വില്ലും മൈക്കും വരുന്നത്. അപ്പോൾ സോ ഇത് അവന്മാരെല്ലാവരും ഒരുമിച്ച് ചേർന്നത് കൊണ്ട് തന്നെ ആന്റിന്റെ ടീം എല്ലാവരും കൂടെ പോവുകയാണ്, തിരിച്ചു പോവുകയാണ്, അല്ലെങ്കിൽ കിട്ടുമെന്നറിയാം. അതുകൊണ്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോവുകയാണ്. എന്നിട്ട് അവന്മാരെല്ലാം പോയതിനു ശേഷം ഡ്രസ്സിൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. നീ എന്തിന് ഈ ഷർട്ട് ഇട്ടുകൊണ്ട് വന്നത്, ഈ ഡ്രസ്സ് നീ ചുമ്മാ വഴക്കുണ്ടാക്കാൻ വേണ്ടി ഇട്ടുകൊണ്ട് വന്നതല്ല, എന്തിനാണ് അവന്മാർക്ക് എന്തായാലും കാണുമ്പോൾ ദേഷ്യമെന്ന് നിനക്കറിയാം, പിന്നെ എന്തിനാണ് നീ ഇട്ടുകൊണ്ടുവന്നത് ചോദിക്കുകയാണ്. നീ ഒരു കാര്യം ശ്രദ്ധിച്ചേക്കണം, നമ്മുടെ ക്ലബിനെ കുറിച്ചും എഡിയെ കുറിച്ചും ഇപ്പോഴും അവന്മാർ പലതും പറഞ്ഞുണ്ടാക്കുന്നുണ്ട്. എനിക്കത് കണ്ടുകൊണ്ട് നോയിക്കൊണ്ടിരിക്കാൻ പറ്റൂല. ഈ ഡ്രസ്സ് ഇടുമ്പോഴെങ്കിലും ഞാൻ എഡിയുടെ കൂടെയാണ്, ഞാൻ എഡിയുടെ കൂടെ ഉണ്ട് എന്നൊരു കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇടുന്നത്, ഞാൻ ഇനി ഇടുകയും ചെയ്യുമെന്ന് പറയുകയാണ്. പക്ഷെ ഇതൊന്നും ആർക്ക്, നമ്മുടെ മൈക്കിനോ വില്ലിനോ ലൂക്കസിനോ ആർക്കും ഇഷ്ടപ്പെടുന്നില്ല. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ക്ലാസ്സിലൊരു മിസ്സിംഗ് പോസ്റ്റർ കാണിക്കുന്നത്. ക്ലാസ്സിലല്ല, സ്കൂളിലൊരു മിസ്സിംഗ് പോസ്റ്റർ കാണിക്കുന്നത്. ആരാണെന്ന് നോക്കിയപ്പോഴാണ് ഇതിൽ ആരെ ഫോട്ടോ, നമ്മൾ ലെവന്റെ ഫോട്ടോ. അപ്പോഴാണ് നമുക്ക് കട്ട് ചെയ്തൊരു പുതിയ എൻട്രി കാണിക്കുന്നത്. ആരാണെന്ന് അപ്പം തന്നെ നമുക്ക് മനസ്സിലായി കാണാം. കാട്ടിനുള്ളിൽ കൂടെ ഓടുന്നതും മിലിറ്ററി ഓടി പിടിക്കാൻ ശ്രമിക്കുന്നതും. ആരായിരിക്കും അത്, അറിയാലോ ആരായിരിക്കും. അയാളെ ഇല്ല, ഓടി 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 എങ്ങനെയോ പിടിക്കുകയാണ്. ഇപ്പോഴാണ് അറിയുന്നത് അത് ഞാനും നിങ്ങളും ഉദ്ദേശിച്ച ആളല്ലെന്ന്. പാരലായിട്ട് നമുക്ക് ആരെ കാണിക്കുകയാണ്, ലെവനെ കാണിക്കുകയാണ്. ഓക്കെ, അപ്പൊ ലെവൻ ഇങ്ങനെ ട്രെയിനിങ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് പ്രാക്ടീസ്. അപ്പൊ ഈ പ്രാക്ടീസ് അല്ലെങ്കിൽ ഒരു ട്രെയിനിങ് ഈ ജങ്ക്യാർഡിൽ വെച്ച് ട്രെയിനിങ് കൊടുക്കുന്നത് ആരാണെന്ന് പറഞ്ഞാൽ നമ്മുടെ ഹോപ്പർ അങ്ങനെ എല്ലാവരുടെ അടുത്ത് പറയുകയാണ്, ഇന്നലത്തെ വെച്ച് നോക്കുമ്പോൾ അല്ലെങ്കിൽ പാസ്റ്റ് റെക്കോർഡ്സ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ടെന്ന് പറയുകയാണ്. പക്ഷെ ലെവൻ അത്രയ്ക്കും തൃപ്തി വരുന്നില്ല. ഈ ഇമ്പ്രൂവ്മെന്റിന്റെ കാര്യമൊന്നുമില്ല, എനിക്ക് ഇനി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുമായിരുന്നു, ഞാൻ ഇങ്ങനെ ടൈം വേസ്റ്റ് ചെയ്തു, എനിക്ക് ഇവിടെ വെച്ച് ടൈം സ്ലിപ്പായി പോയി, ഇവിടെ വെച്ച് എൻ്റെ മൈൻഡ് ശ്രദ്ധ പോയി എന്നൊക്കെ ഓരോന്നും വിളിച്ച് പറയുകയാണ് അത്. എന്നാലും ഹോപ്പറൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ എന്നാലും അവർക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഹെൻറിയെ തോൽപ്പിക്കാൻ ഈ ഒരു പവർ എന്നെ കൊണ്ട് പറ്റൂല. സോ എനിക്ക് ഇനിയും പവർ വേണം, എന്നാലും എനിക്ക് ഹെൻറിയെ തോൽപ്പിക്കാൻ പറ്റുള്ളൂ എന്ന് പറയുകയാണ്. ഇപ്പം നമ്മുടെ റിപ്പോർട്ടർ ചേട്ടനെ കളിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഗ്രോസറിക്കുള്ളിൽ കൊണ്ടുപോകുന്ന ഞങ്ങളുടെ മിലിറ്ററി ക്യാമ്പ് അല്ലെങ്കിൽ ആ ഒരു അപ്സൈഡ് ഡൗൺ ആ സംഭവം നടന്ന സ്ഥലത്ത്, ആ ഒരു ഗേറ്റ് ഓപ്പൺ ആയ സ്ഥലത്ത് ഉള്ളിലേക്ക് കയറാൻ വേണ്ടി ഗ്രോസറി കൊടുക്കാണെന്ന് പറഞ്ഞ രീതിയിൽ അങ്ങ് ഉള്ളിലേക്ക് കയറി പോവുകയാണ്. ഐ മീൻ
കയറ്റി കടന്ന് പോവുകയാണ്. ഇപ്പോൾ നമുക്ക് നമ്മുടെ സ്റ്റീവിനെയും റോബിനെയും മറ്റേ ബ്രോഡ്കാസ്റ്റ് മറ്റേ റേഡിയോ സിഗ്നൽ കറക്റ്റാക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ അവർ നാൻസിയുടെയും ജോണതന്റെയും സഹായം തേടി അവരെ വിളിച്ചു വരുത്തിയിരിക്കുകയാണ്. കാരണം അവരെല്ലാവരും കൂടെ ആ ഒരു മാനുവൽ പഠിച്ചു നോക്കുകയാണ്. അപ്പോഴാണ് അതിൽ കാണിക്കുന്നത് ഒരു സിഗ്നൽ ഹെഡ് ഉണ്ട്. സോ ആ ഹെഡിന്റെ അങ്ങോട്ടേക്ക് പോയി ശരിയാക്കണം എന്നാണ് പറയുന്നത്. ആ ഹെഡിന്റെ അങ്ങോട്ടേക്ക് പോകുമ്പോഴാണ് വലിയ ടവർ നിൽക്കുന്നത്. ആ ടവറിന്റെ മേളിൽ കയറി ശരിയാക്കണം, എന്നാലേ പറ്റുള്ളൂ ആ മാനുവലിൽ കൊടുത്തേക്കുന്നത്. അപ്പോഴാണ് ഷോ ഓഫ് കാണിക്കുന്ന ടൈമാണ്. ആരുടെയൊക്കെ സ്റ്റീവിന്റെ ജോണതിന്റെ ഷോ ഓഫ് കാണിക്കുക, ആരെടുത്ത് നാൻസിയുടെ അടുത്ത്. ഓക്കെ, അപ്പം എന്താണെന്ന് പറഞ്ഞാൽ ഈ സേഫ്റ്റി പ്രിക്കോഷൻസ് ഒന്നും ഇല്ലാതെ എങ്ങനെയാണ് അങ്ങോട്ടേക്ക് കയറുന്നത്. അപ്പോഴാണ് സ്റ്റീവ് പറയുന്നത്, സേഫ്റ്റിയോ, ഇവിടെ ഞാൻ ഉള്ളപ്പോൾ എന്തിനാണ് സേഫ്റ്റി എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഷോ കാണിച്ച് കറണ്ട് ഓഫ് ചെയ്തിട്ട് അങ്ങോട്ടേക്ക് പോയപ്പോഴാണ് അവിടെ ജോണത കയറി തുടങ്ങി ഓൾറെഡി. ഇത് കണ്ടിട്ടാണെങ്കിൽ സ്റ്റീവ് അവന് വിട്ടുകൊടുക്കാതെ വേറൊരു സൈഡിൽ കൂടെ അവനും കൂടെ കയറുകയാണ്. റോബിനും നാൻസിക്കും കാര്യം മനസ്സിലായിട്ടുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ നോക്കുകയാണ്. ആ നോട്ടത്തിൽ തന്നെ അറിയാം എന്താണ് ഉദ്ദേശിക്കണേന്ന്. അവർക്ക് നേരത്തെ കാര്യങ്ങളൊക്കെ അറിയാടെ. അപ്പോഴേക്കും നമ്മുടെ ഗ്രോസറി എണ്ണ എത്തുകയാണ്. ഗ്രോസറി എണ്ണനാണെങ്കിൽ ഗ്രോസറി കൊണ്ടുവരണമെന്ന് പറഞ്ഞിട്ട് കുറെ വെപ്പൺസും എക്യുപ്മെന്റ്സും ഒക്കെയാണ് കൊണ്ടുവരുന്നത്. അതെല്ലാം കൊണ്ട് കൊടുക്കുകയാണ് അവർ. എന്നിട്ട് അണ്ണ വേറൊരു കാര്യം കൂടെ കൊടുക്കുകയാണ്, ഒരു ഫയലും കൂടെ കൊടുക്കുകയാണ്. ആ ഫയലിൽ എന്താണെന്ന് പറഞ്ഞാൽ ഇന്ന് മിലിറ്ററിയിലുള്ള ആൾക്കാർ അപ്സൈഡ് ഡൗണിലേക്ക് രാത്രി 10 മണിക്ക് ശേഷം പോവുകയാണെന്നൊരു റിപ്പോർട്ടുണ്ട്. അത് കിട്ടി, അതാണ് കൊണ്ടുവന്ന് കൊടുത്തേക്കുന്നത്. സോ അങ്ങനെ ഒരു നെക്സ്റ്റ് പ്ലാൻ ഇടുകയാണ്. ഇവിടെ എത്ര നേരം ആ സ്ഥലത്ത് സ്പെൻഡ് ചെയ്യുന്നു, അപ്സൈഡ് ഡൗൺ സ്പെൻഡ് ചെയ്യുന്നു, അത്രയും നേരം ഹോപ്പറിനൊരു അഡ്വാൻറ്റേജ് ആയിരിക്കും എന്നെന്തോ ഒരു പ്ലാൻ ഇടുകയാണ്. അത് നമുക്ക് എന്താണെന്ന് കണ്ടറിയാം. അങ്ങനെ ആ ഒരു റേഡിയോ സിഗ്നലിനെ ശരിയാക്കിയിട്ട് നേരെ നമ്മൾ കട്ട് ചെയ്ത് കാണിക്കുന്നത് ആ ഒരു ബ്രോഡ്കാസ്റ്റ് ആണ്. ആ ഒരു ബ്രോഡ്കാസ്റ്റിൽ വന്നിട്ട് റോബിൻ ഇതിനെക്കുറിച്ചൊക്കെ പറയുകയാണ്. എങ്ങനെ പറയുന്നത്, ഒരു ക്ലൂ, എന്തോ ഒരു ക്ലൂ വെച്ചാണ് ഇവർ സംസാരിക്കുന്നത്, അല്ലെങ്കിൽ എല്ലാവർക്കും മനസ്സിലാവില്ല. അതുകൊണ്ട് ഇവർക്ക് ഈ പർട്ടിക്കുലർ ഈ ഒരു ടീം അല്ലെങ്കിൽ ഈ ഒരു ഗ്രൂപ്പിന് മാത്രം മനസ്സിലാകുന്ന രീതിയിൽ ഒരു ക്ലൂ വെച്ച് സംസാരിക്കുകയാണ്. ഇത് ഹോപ്പർ കേൾക്കുകയാണ്. ഇത് കേട്ടിട്ട് ജങ്ക്യാർഡിൽ ഒരു ഹിഡൻ സ്പോട്ട് ഉണ്ട്, ആ ഒരു അണ്ടർഗ്രൗണ്ട് സ്പോട്ട്. അങ്ങോട്ടേക്ക് ഹോപ്പറും എല്ലാവരും കൂടെ ഇറങ്ങി പോവുകയാണ്. അത് അടുത്തതായിട്ട് കട്ട് ചെയ്ത് നമ്മുടെ സ്റ്റീവിനെ നാൻസിയെ കാണിക്കുകയാണ്. അവരാണെങ്കിൽ ഒരു ബേസ്മെന്റ് ഉണ്ട്, ഒരു ബേസ്മെന്റ്, അങ്ങോട്ടേക്ക് പോവുകയാണ്. അടുത്തതായിട്ട് നമുക്ക് നേരെ ആ കുട്ടികളെ കാണിക്കുകയാണ്. അവരാണെങ്കിൽ നേരെ ഒരു ഫോറസ്റ്റ്, ഒരു കാട്ടിലേക്ക് വരികയാണ്. സോ ഇവരുടെ പ്ലാൻ എന്താണെന്ന് പറഞ്ഞാൽ, മിലിറ്ററിയുടെ ആൾക്കാർ ബിസി ആയിരിക്കുന്ന സമയത്ത് ഈ പോർട്ടൽ ഓപ്പൺ ആയ ഒരു സെൻട്രൽ സോൺ ഉണ്ടല്ലോ, ആ സെൻട്രൽ സോണിൽ കൂടെ ഈ ഒരു ഹോപ്പർ പാസ് ചെയ്തിട്ട് എങ്ങനെയെങ്കിലും അപ്സൈഡ് ഡൗണിൽ എത്തിച്ചേരുക എന്നതാണ് പ്ലാനിങ്. സോ അതിനുവേണ്ടി എന്തായാലും ഒരു പ്രോപ്പർ ആയിട്ടുള്ള പ്ലാനിങ് എല്ലാവരും ഒരുമിച്ച് ചെയ്യണം. എല്ലാവരും ഒരുമിച്ച് ചെയ്താൽ മാത്രമേ, ഒരു ടീം വർക്കായിട്ട് ചെയ്താൽ മാത്രമേ ഇത് സക്സസ് ആയിട്ട് നമുക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് അറിയുകയാണ്. അങ്ങനെ ഒരു പാരലായിട്ട് ഇപ്പോൾ മൈക്കിനെയും ടീമിനെയും കാണിക്കുകയാണ്. അവർ വേറെ പ്ലാൻ ഇടുകയാണ്. നാൻസി അവിടെയുള്ള എല്ലാവരുടെ ലൈക്ക് റോബിൻ, ജോണതൻ, സ്റ്റീവ്, ഇവരുടെ അടുത്ത് എല്ലാവരുടെ അടുത്തും ഈ പ്ലാനിനെ കുറിച്ചൊക്കെ പറയുകയാണ്, എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോഴാണ് സ്റ്റീവിന് ഒരു കോൺഫിഡൻസ് കുറവ്. കാരണം ആൾറെഡി 20-30 പ്രാവശ്യം കൊണ്ട് ഈ ഒരു മെത്തേഡ് ചെയ്തിട്ടുണ്ട്, എല്ലാം ഫെയിൽ ആയിട്ടേ ഉള്ളൂ, ഒന്നുപോലും ഇത് പാസ്സായി. നമുക്ക് ഹെൻറി കാണാൻ പറ്റിയിട്ടില്ല. ഇനി ഹെൻറി മരിച്ചു പോയോ, ഇനി ഹെൻറി ഉണ്ടോ, വീണ്ടും അത് റീ ഓപ്പൺ ചെയ്യണോ എന്നൊക്കെ നമ്മുടെ സ്റ്റീവ് ചോദിക്കുകയാണ്. എന്നാലും ഉണ്ട് എന്നതാണ് പറയുന്നത്. കാരണം നാൻസി ഫ്ലാഷ് ബാക്കിൽ അല്ലെങ്കിൽ കഴിഞ്ഞ സീസണിൽ നമുക്ക് നാൻസിയെ കാണിച്ചപ്പോൾ നാൻസിയുടെ മൈൻഡിൽ പോയപ്പോൾ എന്തൊക്കെയോ വിഷ്വൽസ് കാണിച്ചിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു വിഷ്വൽസിൽ ഈ ഒരു ടൗൺ ഫുള്ളായിട്ട് നശിപ്പിച്ച് കളഞ്ഞത്, അല്ലെങ്കിൽ ആ ഒരു എൻഡിങ് ആയിട്ടുള്ള ആ ഒരു ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള ഒരു ടൗൺ ആണ് നമുക്ക് കാണിച്ചു തന്നത്. സോ അതിനു മുന്നേ അവങ്ങനെ ചെയ്യുന്ന ആളാണ്, അതിനു മുന്നേ അവനെ തടയണം എന്നാണ് എല്ലാവരും പറയുന്നത്, എല്ലാവരും അത് നാൻസി പറയുന്നത്. അപ്പോഴേക്കും മൈക്കിന്റെ അടുത്ത് കുട്ടികൾ ഈ ചോദ്യം ചോദിക്കാതിരിക്കാൻ വേണ്ടി മൈക്ക് തന്നെ ഓൾറെഡി പറയുകയാണ്, നമ്മൾ ഇത്രയും പ്രാവശ്യം ചെയ്ത് ഫെയിലായി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇതിനെ വിട്ടുകളയരുത്, അല്ലെങ്കിൽ ആ ഒരു ലാഘവത്തോടെ എടുക്കരുത്, ചെയ്യണം. ഇനി 100 പ്രാവശ്യം അതിൽ കൂടുതൽ ചെയ്യേണ്ടി വന്നാൽ പോലും നമ്മൾ ചെയ്യണം, ചെയ്തെങ്കിലും കണ്ടുപിടിക്കണം എന്നൊരു ദൃഢനിശ്ചയത്തോടെ പറയുകയാണ് നമ്മുടെ മൈക്ക്. അപ്പോഴാണ് നമ്മുടെ വില്ലനൊരു തല ചുറ്റുന്നത് പോലെ ഫീൽ ആകുന്നത്. എന്തൊക്കെയോ ഇമാജിനേഷനിൽ ഇങ്ങനെ വരികയാണ്. അവിടെ ഫുള്ളായിട്ട് ആ ഫോറസ്റ്റ് ഫുള്ളായിട്ട് ചുറ്റുന്നത് പോലെ കാണിക്കുകയാണ്. ഇത് കണ്ട ഉടനെ അവന്മാരൊക്കെ ഒന്ന് ചോദിക്കുകയാണ്, നിനക്ക് എന്ത് പറ്റിയിട്ടാണ്? അപ്പോൾ വില്ല് പറയുകയാണ്, എന്തോടെ എനിക്ക് വീണ്ടും ഒരു തല ഇറങ്ങുന്നത് പോലെ ഫീലിങ്സ്, പഴയതുപോലെ വീണ്ടും വരുന്നത് എന്നൊക്കെ വില്ല് വീണ്ടും ഡൗട്ട് അടിക്കുകയാണ്. സോ വില്ല് അങ്ങനെ വരികയാണെന്ന് കാര്യങ്ങളൊക്കെ തുറന്നു പറയുകയാണ്. ഓക്കെ, അടുത്തത് നമുക്ക് മൈക്കിന്റെ അനിയത്തെ കാണിക്കുകയാണ്. ആ മൈക്കിന്റെ അനിയത്തെ ഒരു കറങ്ങുന്ന സാധനം ഉണ്ടല്ലേ, അതിന്റെ പേര് എനിക്ക് അറിയില്ല, ഈ പ്ലേ ഗ്രൗണ്ടിലൊക്കെ ഉള്ള സാധനങ്ങൾ. സോ അതിൽ വെച്ച് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണെങ്കിൽ വേറൊരു ചെറുക്കമുണ്ട്, ഒരു കുറച്ച് തടിയൊക്കെ ഉള്ള ചെറുക്കമുണ്ട്. അവൻ വന്നിട്ടാണെങ്കിൽ ഇവിടെ ഭയങ്കര ഫാസ്റ്റിൽ കറക്കി വിട്ടിട്ട് അങ്ങ് പോവുകയാണ്. ഇവൻ എല്ലാവരുടെ അടുത്തും ഭയങ്കര റൂഡായിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അത് അതിൽ സ്ട്രേഞ്ചർ തിങ്സ് സീരീസ് ഫുള്ളായിട്ട് ഇവൻ ഭയങ്കര റൂഡായിട്ട് കാണിക്കുക. റൂഡും പിന്നെ ഒരു മണ്ടനായിട്ടുള്ള ക്യാരക്ടറുമാണ്. ക്ലാസ്സിൽ ബെല്ലടിക്കുകയാണ്. ഓക്കെ, അപ്പോൾ പ്ലേ ടൈമൊക്കെ കഴിഞ്ഞിട്ട് ഇന്റർവെല്ലൊക്കെ അവസാനിച്ചിരിക്കുകയാണ്. ഇനി ക്ലാസ്സിൽ പോകാൻ വേണ്ടി ഒരു ബെല്ലടിക്കുകയാണ്. അപ്പോഴാണ് കുട്ടികളെല്ലാം കയറിപ്പോയി. ഇവളാണെങ്കിൽ വേറൊരാളെ കാണുന്നത്. അതാരായിരിക്കും എന്നൊരു ഡൗട്ടുണ്ട്. നിങ്ങൾക്കും ഡൗട്ട് അടിച്ച് കാണും. നിങ്ങൾ തന്നെ ഗസ് ചെയ്യുക, ആരായിരിക്കും അത്?
സോ അങ്ങനെ അയാളെ കണ്ടപ്പോൾ അയാളുടെ അങ്ങോട്ടേക്ക് ഇവള് പോവുകയാണ്. പിന്നെ ഇവള് ഇത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ടീച്ചറും കാണുകയാണ്. അങ്ങനെ ഇവളിത് ആരുടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ടീച്ചർ നോക്കിയപ്പോൾ അവിടെ ആരെയും കാണാനില്ല. ഇവളിങ്ങനെ ഒട്ടി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആരുടെ സംസാരിക്കുന്നത് ടീച്ചർ അന്തവിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സോ അടുത്തായി നമുക്ക് മറ്റേ മിലിറ്ററി ബേസാണ് കാണിക്കുന്നത്. ആ ഒരു മിലിറ്ററി ബേസിലൊരു ഡോക്ടറുണ്ട്, ആ ഒരു ലേഡി ഡോക്ടർ. ആ ലേഡി ഡോക്ടറിനെ നമ്മൾ കഴിഞ്ഞ സീസണിലും കണ്ടിട്ടുണ്ട്. ആരാണെന്ന് നമുക്കത് അറിയാം, എടുത്ത് പറയേണ്ട ആവശ്യമില്ല. സോ അവരെ കണ്ടിട്ട് കാര്യങ്ങളൊക്കെ പറയുകയാണ്. എന്താണെന്ന് പറഞ്ഞാൽ ലെവനെ പിടിക്കാൻ പറ്റിയില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ്, നമ്മുടെ മിഷൻ ഫെയിൽ ആയതൊക്കെ പറയുകയാണ്. ആ ഒരു സോൾജർ അല്ലെങ്കിൽ ആ ഒരു മിലിറ്ററി ഓഫീസർ വന്നിട്ട് പറയുകയാണ്. അപ്പോഴാണെങ്കിൽ ആ ലേഡി ഡോക്ടർ എന്തൊക്കെയോ ദേഷ്യപ്പെട്ട് പറഞ്ഞിട്ടൊക്കെ കേണലിനെ വിളിച്ച് അറിയിച്ച് ലെവനെ പിടിക്കാൻ നോക്കിയിട്ട് പറ്റുന്നില്ല, എന്തൊക്കെ ഡയലോഗ് അടിക്കണം. എന്നിട്ട് പറയാണ് ഇവിടെയുള്ള ആൾക്കാരുടെ ഉയരൊക്കെ ഇപ്പോൾ ആപത്തിലാണ്, സോ എല്ലാവരെയും നമുക്ക് രക്ഷിക്കണം, പ്രൊട്ടക്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് സ്പെസിമെൻസ് ഒക്കെ കാണിക്കുകയാണ്. ഇവർ സയന്റിഫിക് ആയിട്ട് ഉണ്ടാക്കിയെടുത്ത കുറച്ച് സ്പെസിമെൻസ് കാണിക്കുകയാണ്. ഈ സ്പെസിമെൻസ് ഒക്കെ എന്താണെന്ന് പറഞ്ഞാൽ അപ്സൈഡ് വേൾഡിൽ ജീവിക്കുന്ന അല്ലെങ്കിൽ അവിടെ മാത്രം ക്ലിയർ ആയിട്ട് ജീവിച്ച് പോകാൻ പറ്റുന്ന ഒരു സ്പെസിമെൻസിനാണ് നമുക്ക് കാണിക്കുന്നത്. അപ്പോൾ എന്തായിരിക്കും അപ്സൈഡ് വേൾഡിൽ മാത്രം ജീവിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ അപ്സൈഡ് വേൾഡിൽ മാത്രം കാണപ്പെടുന്ന അനിമൽസ് അല്ലെങ്കിൽ ആ ഒരു സ്പെസിമെൻസിനാണ് ഇവർ വെച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തോന്നും ഇവർക്ക് ഇതങ്ങനെ കിട്ടിയെന്ന്. അപ്പോഴാണ് നമുക്കൊരു കാര്യം കാണിക്കുന്നത്. ഈ ഒരു ലബോറട്ടറി തന്നെ ഫുള്ളി അപ്സൈഡ് ഡൗണിൽ കൺസ്ട്രക്ട് ചെയ്ത് അല്ലെങ്കിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ലബോറട്ടറിയാണ്. അടുത്തതായി നമ്മുടെ ഹോപ്പറും വില്ലിന്റെ അമ്മയും ലെവനും ഒരു അണ്ടർഗ്രൗണ്ടിൽ ജിങ്കിയാടിയിൽ നിന്ന് അണ്ടർഗ്രൗണ്ടിലോട്ട് ഇറങ്ങിയത് നമുക്ക് കാണിച്ചില്ലേ. ആ അണ്ടർഗ്രൗണ്ട് എവിടെ കണക്ട് ആയെന്ന് പറഞ്ഞാൽ നമ്മുടെ ഹോപ്പറിന്റെ ക്യാബിനാണ് കണക്ട് ആയിരിക്കുന്നത്. പിന്നെ ഈ ഒരു ഹോപ്പർ ഈ ലെവൻ ട്രെയിനിങ് നടത്തിയില്ലേ, അപ്പോൾ ടൈമിനൊക്കെ ചെറിയ മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. പറഞ്ഞാൽ ടൈമിന് തെറ്റിച്ചാണ് പറഞ്ഞത്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇനി 11 ആ റെക്കോർഡ് തിരുത്തി എഴുതിയാൽ അല്ലെങ്കിൽ പുതിയ റെക്കോർഡ് എടുത്ത ഈ ഹോപ്പറിന്റെ കൂടെ അപ്സൈഡ് ഡൗണിലോട്ട് ആരും കൂടെ വരും, 11 കൂടെ വരും. അത് തടയാൻ വേണ്ടി, അത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയാണ് ഹോപ്പർ കള്ളത്തരം പറഞ്ഞത്. ഹോപ്പറിനൊന്നും മനസ്സ് വരുന്നില്ല അവളെ കൂട്ടിക്കൊണ്ട് പോകാൻ. കാരണം ഇത്രയും വലിയൊരു ആപത്തായ ഒരു സിറ്റുവേഷനിൽ കൊണ്ടെത്തിക്കാൻ മനസ്സ് വരുന്നില്ല. അപ്പോൾ വില്ലിന്റെ അമ്മ ചോദിക്കുന്നുണ്ട് അവള് തയ്യാറാണെങ്കിൽ കൊണ്ടുപോയി എന്താണ് കുഴപ്പമെന്ന് ചോദിക്കുകയാണ്. ഞാൻ 30 പ്രാവശ്യം അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട്. ആ 30 പ്രാവശ്യം പോയപ്പോഴും അവിടെ എല്ലാവരും തേടിക്കൊണ്ടിരുന്നത് ആരെയാണെന്ന് അറിയാമോ? ലെവനെയാണ്. അപ്പൊ അത്രയും മിലിറ്ററീസും ഇവളാണ് തേടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അവൾ എന്റെ മോളാണ്, അവളുടെ ജീവൻ അനാവശ്യമായിട്ട് കളയാൻ എന്നെ കൊണ്ട് പറ്റില്ല, ഞാൻ അത് പ്രൊട്ടക്ട് ചെയ്യും എന്നൊക്കെ നമ്മുടെ ഹോപ്പർ പറയുകയാണ്. അത് കട്ട് ചെയ്ത് നമുക്ക് കാണിക്കുന്നത് ഇപ്പോൾ സ്കൂളാണ് കാണിക്കുന്നത്. സ്കൂളിൽ മറ്റേ ആൻഡ് എന്നൊരു പയ്യൻ ഉണ്ടല്ലോ, നേരത്തെ പ്രശ്നം ഉണ്ടാക്കിയ ആ ഒരു പയ്യൻ. ആ ഒരു പയ്യൻ അവന്റെ ലോക്കർ തുറന്നപ്പോൾ അതിന്റെ അകത്ത് ഒരു പാമ്പിരിക്കുകയാണ്. അത് കണ്ടവൻ പേടിച്ചു പോവുകയാണ്. അപ്പം ചുറ്റുമുള്ള എല്ലാവരും കളിയാക്കുകയാണ്. ആ പാമ്പ് എന്താണെന്ന് പറഞ്ഞാൽ അത് വിഷമൊന്നും ഇല്ലാത്തത്, കടിക്കാത്തൊരു പാമ്പാണ്. സോ അതിനെ കണ്ട് ഈ ആൻഡ് പേടിച്ചെന്ന് പറഞ്ഞ് എല്ലാവരും അവനായിട്ട് ചുറ്റും കളിയൊക്കെ ചെയ്യുകയാണ്. ഇത് ആര് ചെയ്യാൻ അറിയാല്ലേ. അതുമാത്രമല്ല ക്ലബിനെ കുറിച്ചുള്ള കാര്യങ്ങളും ആ ഒരു ലോക്കറിന്റെ സൈഡിൽ എഴുതുകയാണ്. അപ്പൊ തന്നെ ആരും നമുക്ക് മനസ്സിലായി കാണുമല്ലോ ആരായിരിക്കും. ആരുമല്ല, നമ്മുടെ ഡെസ്റ്റിനാണ്. അങ്ങനെ നമ്മുടെ മൈക്ക് അനിയത്തിയായ ഹോളിയെ, അയ്യോ ഞാൻ ഇത്രയും നേരമായിട്ട് പേര് പറഞ്ഞില്ല അല്ലേ. അപ്പം മൈക്കിൻ്റെ അനിയത്തിയുടെ പേര് ഹോളി എന്നാണ്. ഓക്കെ, അപ്പോൾ നമുക്കിനി ഹോളി തന്നെ വിളിക്കാം. ഞാൻ അത് മറന്നുപോയി ഗൈസ്. സോ അങ്ങനെ മൈക്കിൻ്റെ അനിയത്തിയായ ഹോളിയെ പിക്കപ്പ് ചെയ്യാൻ വേണ്ടി മൈക്ക് അവിടെ വെയിറ്റ് ചെയ്യുകയാണ് സ്കൂളിൽ. അനിയത്താണെങ്കിൽ വരുന്നതുമില്ല, കുറേ നേരം ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവസാനം അവൻ അവളെ വിളിച്ചിട്ട് കയറി നോക്കുകയാണ്. കാരണം എല്ലാ പിള്ളേരും പോയി, ഇനി അവൾ കൂടെ വരാവുള്ളൂ. അങ്ങോട്ട് കയറി നോക്കിയപ്പോഴാണ് അവളവിടെ ഇരിക്കുന്നത് കാണുന്നത്. അങ്ങനെ അവളുടെ അടുത്ത് പോയി ഇരുന്നിട്ട് ആ ഓഫീസിന്റെ ഫ്രണ്ടിലോട്ട് നോക്കിയപ്പോഴാണ് മൈക്കിന്റെ അമ്മയും ഉള്ള കാര്യം അറിയുന്നത്. സോ മൈക്കിന്റെ അമ്മയുടെ അടുത്ത് ആ ഒരു ഹെഡ് മാസ്റ്റർ അല്ലെങ്കിൽ ആ ഒരു ടീച്ചർ എന്തോ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും നമ്മുടെ ഹോളിയെ കുറിച്ചുള്ള കുറ്റമായിരിക്കാം, കാരണം ഒറ്റയ്ക്ക് സംസാരിക്കുന്ന കണ്ടെന്നൊക്കെ പറഞ്ഞില്ലേ. സോ അതിനെക്കുറിച്ചായിരിക്കും ചർച്ച ചെയ്യുന്നത്. അങ്ങനെ ഹോളിയുടെ അടുത്ത് നമ്മളെ മൈക്ക് ചോദിക്കാനാണ്, നീ പറഞ്ഞ പോലെ ഇന്നും നീ പറഞ്ഞ മിസ്റ്റർ വാട്സൺ വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പം ഹോളി പറയുന്നത് എന്ന് വരുന്നത് പോലെ തന്നെ അവൻ ഇന്നും വന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുകയാണ്. അത് മാത്രമല്ല വേറെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അവൻ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു നാട്, ഈ ഒരു ടൗണ് തന്നെ നശിക്കാറായിരിക്കുകയാണ്, നിന്നെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നതെന്ന് ഹോളി പറയുകയാണ്. അപ്പം മൈക്ക് എന്തായാലും വിചാരിക്കുന്നത് ഇവള് ഓരോന്ന് ആലോചിച്ച് കൂട്ടി ചുമ്മാ ഇമാജിനറി ഫ്രണ്ടിനെ ഇങ്ങനെ പറയുന്നതൊക്കെയാണ് വിചാരിക്കുന്നത്. അപ്പം മൈക്ക് പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ നാടിന് വേറെ അല്ലെങ്കിൽ നമ്മുടെ ടൗണിന് വേറെ ആപത്തൊന്നും ഇല്ല. നീ ഒരു കാര്യം ആലോചിക്കേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ ഇനി അങ്ങനെ ഒരു ആപത്ത് വരുന്നുണ്ടെങ്കിൽ തന്നെ ആ ആപത്തിൽ നിന്ന് രക്ഷിക്കാൻ ഒരാൾക്ക് മാത്രമേ പറ്റുള്ളൂ. അയാൾ ആരെന്നറിയാമോ? അയാളുടെ പേര് ഹോളി എന്നാണ്. ദി ക്യൂൻ ഹോളി എന്ന് പറഞ്ഞിട്ട് അവൻ 10 Dungeons and Dragons'ൽ ആ ഒരു പീസ് ഉണ്ടല്ലോ, ആ ഒരു ഡൈസ് കൊടുത്തിട്ട് ഇത് അനിയത്തിയുടെ കൈ കൊടുത്തിട്ട് അവൻ പറയുകയാണ്, നിനക്ക് പേടിയുണ്ടെങ്കിലോ എന്ത് കാര്യങ്ങളിലോ സംസാരിച്ചാൽ ഈ ക്യൂൻ ഹോളി ഒരു സൊല്യൂഷൻ തരും എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുകയാണ്. അപ്പൊ നമ്മുടെ ലൂക്കാസും വില്ലും മാക്സിനെ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. മാക്സിന്റെ അവസ്ഥയെ കുറിച്ചൊന്നും പറയണ്ട, ഇപ്പോഴും ബെഡിൽ തന്നെ
എല്ലാവരനെ പറഞ്ഞാൽ മതി വീട്. എന്തായാലും ലൂക്കസ് മാക്സിന്റെ അടുത്ത് ഓരോ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഒരു ഹോപ്പുണ്ട് ലൂക്കസ് എന്തായാലും ഒരു ദിവസം മാക്സ് എഴുതിക്കുമെന്നുള്ള കാര്യത്തില്. നമുക്ക് കണ്ടറിയാം അല്ലേ ഓരോന്നും. പക്ഷെ ഒരു കാര്യം നോട്ട് ചെയ്യുക, ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് അവൾക്ക് ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സോങ് ഉണ്ടല്ലോ, ആ ഒരു സോങ്ങും പ്ലേ ചെയ്തിട്ട് പോവുകയാണ്. ഈ സോങ് പ്ലേ ചെയ്യുന്നത് നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് നോട്ട് ചെയ്ത് വയ്ക്കുക. ഈ സോങ്ങിനൊരു ഇമ്പോർട്ടൻസ് ഈ ഒരു സീരീസിൽ കൂടെ പറഞ്ഞു പോകുന്നുണ്ട്. അത് നമുക്ക് പിന്നെ അല്ലെങ്കിൽ അടുത്ത എപ്പിസോഡൊക്കെ നമ്മൾ കാണുമ്പോൾ അറിയാൻ പറ്റും. ഓക്കെ, സോ അതേ ഹോസ്പിറ്റലിലേക്ക് നമ്മുടെ റോബിൻ വന്നിരിക്കുകയാണ്. റോബിൻ എന്തിനാണ് വന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഗേൾഫ്രണ്ട്, ഐ മീൻ റോബിന്റെ ഗേൾഫ്രണ്ടിനെ കാണാൻ വേണ്ടി വന്നതാണ്. കുട്ടി കൊള്ളാൻ കേട്ടെ. എന്ത് പറയാൻ വന്നതാണെന്ന് പറഞ്ഞാൽ റോബിനും അവളും കൂടെ അല്ലെങ്കിൽ ഗേൾഫ്രണ്ടും കൂടെ അന്ന് ഡേറ്റിങ്ങിന് പോകാന്ന് പറഞ്ഞതാണ്. പക്ഷേ ഇന്നത്തെ ഡേറ്റിംഗ് മാറ്റി വെച്ചിട്ട് വേറൊരു ദിവസം പോവാം, അതിന് പകരം നമുക്ക് വേറൊരു സ്ഥലത്ത് പോവാം എന്നൊക്കെ പറഞ്ഞ് മനസ്സ് മാറ്റി നോക്കുകയാണ്. അവിടെ വെച്ച് ചെറിയ റൊമാൻസ് നടക്കുകയാണ്. അത് നമ്മുടെ വില്ല് കാണുന്നുണ്ട്. വില്ല് കണ്ടിട്ട് പെട്ടെന്ന് അവൻ്റെ കയ്യിൽ ആ ഒരു കോക്കുണ്ടല്ലോ, ആ കോക്ക് തറയിട്ട് ആ സൗണ്ട് കേട്ട് ഇവിടെ തിരിഞ്ഞു നോക്കി. അത് കണ്ട് വില്ലെറിഞ്ഞു ഓടി. നമ്മുടെ കുട്ടികളിലെ ആരൊരാൾ കണ്ടത് റോബിനും മനസ്സിലായി അത് വില്ലാണെന്നുള്ള കാര്യം ചിലപ്പോൾ മനസ്സിലായി കാണും. അവസാനം ഡെസ്റ്റിനാണ് ഇപ്പൊ കാണിക്കുന്നത്. ഡെസ്റ്റിനാണെങ്കിൽ എഡ്ഡിയുടെ കല്ലറയുടെ അവിടെ വന്നിരിക്കുകയാണ്. ആ കല്ലറയിൽ എന്തോ ചുവപ്പ് കളറിൽ എന്തോ പെയിന്റിങ് എന്തോ എഴുതി വെച്ചിരിക്കുന്നത് കാണിക്കുക. അത് ആരാണ് ചെയ്തെന്നുള്ള കാര്യം ഡെസ്റ്റിന് മനസ്സിലായപ്പോൾ ഡെസ്റ്റിനും പറയുകയാണ്, നീ വിഷമിക്കേണ്ട എഡ്ഡി, അവന്മാർ തന്നെ മടുക്കുമ്പോൾ അവന്മാർ തന്നെ ഇത് അവസാനിപ്പിക്കും എന്ന് പറഞ്ഞ് തുടക്കം എടുത്തപ്പോഴാണ് എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ്. അത് കളർ തന്നെ ഇതിന്റെ ബ്ലഡ് ആണോ എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നത്. അപ്പോഴാണ് മനസ്സിലാക്കുന്നത് പെയിന്റ് അല്ല, അത് ബ്ലഡ് ആണെന്നുള്ള കാര്യം. ആ മറ്റേ ഒരു പാമ്പിനെ കിട്ടിയിരുന്നില്ലേ ആ ഒരു ലോക്കറില്, ആ പാമ്പിനെയാണ് കൊന്ന് ആ പാമ്പിന്റെ രക്തം കൊണ്ടാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് കാണിക്കുന്നത്. ഓക്കെ, ആ പാമ്പിന്റെ അവശിഷ്ടവും തറയിൽ കിടക്കുന്നത് കാണിക്കുന്നുണ്ട്. അങ്ങനെ ആന്റി ഗ്രൂപ്പ് അവിടെ വന്നിട്ടുണ്ട്. അങ്ങനെ വന്നിട്ട് ഡെസ്റ്റിനെ അടിക്കാൻ വേണ്ടിയിട്ട് ഓടിക്കുകയാണ്. ഡെസ്റ്റിനും പരമാവധി തിരിച്ചടി കൊടുക്കുന്നുണ്ട്. പക്ഷെ ഇത്രയും പേര് നിൽക്കുകയില്ല. ഇങ്ങനെ എല്ലാവരും കൂടെ ഡെസ്റ്റിനെ പഞ്ഞിക്കിടുകയാണ്. ഡെസ്റ്റിൻ ഇങ്ങനെ ഭയങ്കര ബ്ലോക്കൊക്കെ ചെയ്തിട്ട് പെട്ടെന്ന് തിരിച്ച് ആനിന്റെ കയ്യിൽ നിന്ന് അങ്ങോട്ട് മൂക്കിലൊരു അടി കിട്ടി. അപ്പൊ തന്നെ അവന്റെ ബോധമൊക്കെ പോയായിരുന്നു. പക്ഷെ എന്നാലും നീ ഇവിടെ നൂറ്റിലൂടെ പോവില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ആൻഡ് ഡയലോഗ് അടിച്ചുടിക്കുന്നത് ഡെസ്റ്റിനെ മുഖത്തേക്കൊണ്ട്. എന്നിട്ടും ആ ഡെസ്റ്റിനെ ആലോചിച്ച് നോക്കണം നിങ്ങൾ, ആ ധൈര്യം. ഓട്ടന്റെ ആ വായിൽ ഫുൾ ബ്ലഡ് അല്ലേ, ആ ബ്ലഡ് ആന്റിന്റെ മുഖത്തോട്ട് തുപ്പയാണ്. സോ ഇത് കണ്ട് ഇനിയും ദേഷ്യം കൂടിയിട്ട് അവന്മായിട്ട് പഞ്ഞിക്കിട്ടുണ്ട്. തറ കിടത്തി ചാവട്ടി പട്ടിയാക്കുകയാണ്. അതേ ടൈമിൽ ഡെസ്റ്റിനെ ലൂക്കസ് കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവിടെ നിന്ന് ഒരു റിപ്ലൈ വരുന്നില്ല. അങ്ങനെ ഡെസ്റ്റിൻ ഇവിടെ പോയെന്ന് പറയും. ലൂക്കാസും ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. ആ ടൈമിലാണ് ആര് വരുന്നത്, നമ്മുടെ ഹോപ്പറും ലെവണും വരുന്നത്. അവൻ കൂടുതലും മൈക്ക് കൂടുതലും ലെവണിനെ മോട്ടിവേറ്റ് ചെയ്യുകയാണ്. വെഗ്നയാണ് നമ്മുടെ ലാസ്റ്റ് എനിമി, അവനെ കൊന്നു കഴിഞ്ഞാൽ നമുക്ക് ഹാപ്പി ആയിട്ട് ജീവിക്കാൻ പറ്റും, നമുക്ക് ഒരുമിച്ച് ജീവിക്കാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ ലെവണിന് പറഞ്ഞു കൊടുക്കുകയാണ്. ലെവനത് കേൾക്കുമ്പോൾ സന്തോഷമാകുന്നതുകൊണ്ട് ഒരു ചെറിയൊരു ഹോപ്പ് വരുന്നുണ്ട്. ഇനി ഡെസ്റ്റിൻ വന്നില്ലെങ്കിലും അവന്മാര് പ്ലാൻ ചെയ്തതുപോലെ പ്രോപ്പർ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ്. നൈറ്റ് ആയപ്പോൾ തന്നെ ഹോപ്പർ തന്റെ വർക്കിന് വേണ്ടി പോകാൻ വേണ്ടി ടൈം ആയിരിക്കുന്നു. അങ്ങനെ ഹോപ്പർ ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ആരാണ്, നമ്മുടെ ഡെസ്റ്റിനാണ്. സോ ഡെസ്റ്റിൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഡെസ്റ്റിന്റെ കുറവ് നികത്താൻ വേണ്ടി സ്റ്റീവിന്റെ കൂടെ ആരെ പറഞ്ഞുവിടാൻ വേണ്ടി വില്ലിനെ പറഞ്ഞുവിടാൻ തീരുമാനിക്കണം. പക്ഷേ വില്ലിന്റെ അമ്മ സമ്മതിക്കുന്നില്ല. വില്ലിന്റെ അമ്മ ആരെ പറഞ്ഞിടാൻ നോക്കുകയാണ്, ജോണതനെ അങ്ങോട്ടേക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. വില്ലിനെ അതിലോട്ട് ഇടപെടുത്താൻ വേണ്ടിണ്ട ജോണോട് ചോദിക്കുകയാണ്, മിസ്റ്റർ ജോണത അങ്ങനെയൊന്നല്ല മോനെ, നിനക്ക് നീ സ്റ്റീവിന്റെ കൂടെ പോകുമോ, ഒരു ടെക്നിക്കൽ സപ്പോർട്ടിന് വേണ്ടി പോകുമോ എന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ ഓക്കെ പറയുകയാണ്. അങ്ങനെ ജോണത ഓക്കെ പറഞ്ഞിട്ട് ജോണതനും സ്റ്റീവും കൂടെ ഒരു വാനിൽ കയറി പോവുകയാണ്. നേരെ എതിരായിട്ട് മൈക്കിൾ ലൂക്കസ് സൈക്കിളിൽ പോവുകയാണ്. പിന്നെ നമുക്ക് ഹോപ്പറിനെ കാണിക്കുകയാണ്. ഹോപ്പർ അണ്ടർഗ്രൗണ്ട് ടൗണിൽ കൂടെ പോകുന്നതാണ് കാണിക്കുന്നത്. ഇപ്പോൾ നമുക്ക് നേരെ എതിരായിട്ട് ആരെ കാണിക്കുകയാണ്, മൈക്കിന്റെ വീടാണ് കേൾക്കുന്നത്. മൈക്കിന്റെ വീട്ടിലെ ഹോളി അച്ഛൻ്റെ അമ്മയെ സംസാരിക്കുന്നത് ഒളിഞ്ഞെന്ന് കേൾക്കുകയാണ്. എന്താണ് പറയുന്നത് നമുക്കറിയാമല്ലോ. മൈക്കിന്റെ അമ്മ പറയുന്നത് ഇവളിങ്ങനെ ചെയ്തത്, ഇവളിങ്ങനെ ഒറ്റയ്ക്ക് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്, ഇവർക്ക് അത് ഇമാജിനറി ഫ്രണ്ട് ഉണ്ട് എന്നൊക്കെ പ്രിൻസിപ്പൾ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ പ്രോബ്ലംസ് ഉണ്ടെന്ന്, അവൾക്ക് കൊച്ചു കുട്ടിയല്ല, കുറച്ചുകൂടെ വളർന്നിട്ടുണ്ട് എന്നൊക്കെ പറയുകയാണ്. അവളുടെ അമ്മ അച്ഛനടുത്ത് പറയുന്നത് ഇവിടെ കേട്ടോണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവക്കും ചെറുതായിട്ട് ഇമോഷണൽ ആകുന്നുണ്ട്. അച്ഛൻ അതിനെക്കുറിച്ച് ശ്രദ്ധിക്കുന്നില്ല. സത്യം പറഞ്ഞാൽ അവളുടെ ബർത്ത്ഡേ പോലും അറിയില്ല എന്ന രീതിയിലാണ് അച്ഛൻ നിൽക്കുന്നത്. കാരണം അച്ഛൻ അതൊന്നും അറിയേണ്ട കാര്യമില്ല, ആ ഒരു മൈൻഡാണ് നിൽക്കുന്നത്. സോ ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ഹോളിക്ക് ഭയങ്കരമായിട്ട് വിഷമമാകുന്നുണ്ട്, ഭയങ്കരമായിട്ട് ഇമോഷണൽ ആകുന്നുണ്ട്. കാരണം സപ്പോർട്ടിന് ആരുമില്ല, താൻ പറയുന്നത് വിശ്വസിക്കാൻ പോലും ആരുമില്ല എന്നൊരു അവസ്ഥയിലാണ് ഹോളി ഇപ്പൊ നിൽക്കുന്നത്. ഹോളി ഇതെല്ലാം കേട്ടിട്ട് ബെഡ്റൂമിൽ പോയിട്ട് അവിടെ കിടന്ന് കരയുകയാണ്. ഇനി ഞാൻ കാരണമായിരിക്കും ഇവർ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്, ഞാൻ കാരണം ഞാനും എൻ്റെ അച്ഛനും അമ്മയും തമ്മിൽ വഴക്കായിരിക്കുന്നത്, അതൊക്കെ ആലോചിച്ചായിരിക്കാം ഒരുപക്ഷെ ഹോളി കരയുന്നത്. നേരെ ഉപരിയായിട്ട് നമുക്ക് കാണിക്കുന്നത് നമ്മുടെ ഹോപ്പറിനെയാണ്. ഹോപ്പർ അങ്ങനെ സെൻട്രലിൽ എത്തിയിട്ടുണ്ട്. മൈക്കിൾ ലൂക്കാസും നേരെ ഒരു ടവറിന്റെ മേളിൽ നിൽക്കുകയാണ്. അവിടെ നിന്നിട്ട് ആ ഒരു മിലിറ്ററി ആൾക്കാർ എന്തൊക്കെ ചെയ്യുന്നുള്ളതൊക്കെ പ്രോപ്പർ ആയിട്ട് ആ ഒരു കമ്മ്യൂണിക്കേഷൻ എന്തൊക്കെ ചെയ്യുന്നതൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ മൈക്ക്. ആ ഫയർ എക്സ്റ്റിംഗ്വിഷറോ എന്തോ ആ ഒരു തീ വെച്ചിട്ട് ആ ഒരു വെയിൻസ് എല്ലാം കത്തിച്ച് കളഞ്ഞതിന് ശേഷം അകത്തേക്ക് വാന് പോവുകയാണ്. ഇതെല്ലാം ബൈനോക്കുലർ വെച്ച് ലൂക്കസ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ലൂക്കസ് പറയുകയാണ് അവിടെ ഒരുപാട് ഫോഗ് ഉണ്ട്, ഇപ്പം കത്തിച്ചത് കൊണ്ട് തന്നെ ഒരുപാട് ഫോഗ് വന്നാണല്ലോ,
ഉണ്ടല്ലോ, ആ ഫോഗിനെ ഫോളോ ചെയ്ത് എങ്ങനെയെങ്കിലും ഒരു വാനിൽ കയറി പറ്റിയിട്ട് ആ ഒരു അണ്ടർഗ്രൗണ്ട് അല്ലെങ്കിൽ അപ്സൈഡ് ഡൗണിലേക്ക് പോകാൻ പറ്റുമെന്നാണ് പറയുന്നത്. സോ അതേപോലെ തന്നെ ഹോപ്പർ ആ ഒരു ഫോഗിനെ ഫോളോ ചെയ്തിട്ട് ഒരു വാനിൻ്റെ അകത്ത് കയറിയിട്ട് അപ്സൈഡ് ഡൗണിലേക്ക് പോവുകയാണ്. സോ അപ്സൈഡ് വേൾഡിൽ ഈ മിലിറ്ററി ട്രക്ക് എങ്ങോട്ടാണ് പോകുന്നത് ആ വഴി തന്നെ സ്റ്റീവും പോവുകയാണ്. എന്ന് പറഞ്ഞാൽ ഒറിജിനൽ റിയൽ ആയിട്ടുള്ള വേൾഡിൽ കൂടെ സ്റ്റീവ് പോവുകയാണ്. എന്നിട്ട് ആ റേഡിയോ സിഗ്നലൊക്കെ നമ്മൾ ചെക്ക് ചെയ്തു. അത് വെച്ചാണ് ഹോപ്പറുമായിട്ട് എല്ലാവരും കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ടൈമിൽ പെട്ടെന്ന് ഹോപ്പർ പോകുന്ന വണ്ടി ക്രാഷ് ആവുകയാണ്. അപ്പോൾ തന്നെ ഹോപ്പർ പറഞ്ഞു എനിക്കൊന്നും ആയിട്ടില്ല, ഇനി അത് എന്തുകൊണ്ടാണോ വണ്ടി നിർത്തിയതെന്ന് നോക്കിയപ്പോൾ ലെവൻ പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഇനി ഹോപ്പറുള്ള കാര്യം അങ്ങനെ അറിഞ്ഞു കാണും, അത് കാരണമാണ് വണ്ടി നിർത്തിയതെന്ന് നോക്കിയപ്പോൾ അടുത്തതായിട്ട് നമുക്ക് ഹോപ്പറിനെ കളിക്കുകയാണ്. ഹോപ്പറിൻ്റെ അവിടെ കുറച്ച് ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട്. അങ്ങനെ ഹോപ്പർ അങ്ങനെ ഗൺ പോയിന്റിൽ നിൽക്കുമ്പോഴാണ് ഒരു കാര്യം കാണുന്നത്. ആ കാര്യം നമുക്കിപ്പോൾ കാണിച്ചു തരുന്നില്ല, നമുക്കിപ്പോൾ വില്ലിൻ്റെ റിയാക്ഷൻ കാണിക്കുമ്പോൾ വില്ലിൻ്റെ കഴുത്തിൻ്റെ ബാക്കിലായിട്ട് വില്ലിൻ്റെ ഫീലിങ്സ് വരിക. ആ ടൈമിൽ വില്ലിന് ഇമാജിനേഷൻ വരികയാണ്. എന്താ പറഞ്ഞാൽ ആ ഒരു അപ്സൈഡ് ഡൗണിലിരിക്കുന്ന ആ ഒരു മോൺസ്റ്റർ ഉണ്ടല്ലോ, ആ ഒരു മോൺസ്റ്റർ അല്ലെങ്കിൽ ആ ഒരു ക്രീച്ചർ ആ ഒരു മിലിറ്ററി സോൾജേഴ്സിനൊക്കെ അറ്റാക്ക് ചെയ്യുന്നുണ്ടല്ലോ, ആ അറ്റാക്ക് ചെയ്യുന്നത് വില്ലിന് ഭയങ്കര വിഷ്വലി ഇങ്ങനെ കാണുകയാണ്. എന്ന് പറഞ്ഞാൽ ആ മോൺസ്റ്റർ ആയിട്ട് വില്ല് മാറിയിട്ട് വില്ല് അറ്റാക്ക് ചെയ്യുന്നത് പോലെ അങ്ങനെ ഒരു വിഷ്വലായിട്ട് കാണുകയാണ്. ഓക്കെ, മനസ്സിലായോ നിങ്ങൾക്ക്? അവസാനം ഹോപ്പർ ഇരുന്ന ട്രക്കിലുള്ള ആള് മറ്റേ മിലിറ്ററീസിനെയൊക്കെ വിട്ടിട്ട് വണ്ടി എടുക്കുകയാണ്. അപ്പോഴേക്കും ഫ്രണ്ടിലെ ഒരു മിലിറ്ററിക്കാരനെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അറിയാതെ ഒരു ബുള്ളറ്റ് നമ്മുടെ ഹോപ്പറിന്റെ ഒരു വയറിന്റെ സൈഡിൽ ഷൂട്ട് കിട്ടുന്നുമുണ്ട്. ടൈം നല്ലതായത് കൊണ്ട് തന്നെ ഡെബോഗൻ ആ ട്രക്ക് പോയ ആ ഒരു മിലിറ്ററി ട്രക്ക് ഉണ്ടല്ലോ, ഹോപ്പർ പോയ മിലിറ്ററി ട്രക്കിന്റെ മേളിൽ കയറിയിട്ട് ആ ഡ്രൈവറിനെ കൊന്നു കളഞ്ഞിട്ട്. സോ ഇതെല്ലാം വിഷ്വലായിട്ട് വില്ലിനെ കാണുന്നത് കൊണ്ട് തന്നെ വില്ല് ആ സ്ഥലത്ത് തന്നെ മയങ്ങി വീഴാണ്, ബോധം കെട്ട്. പെട്ടെന്ന് ഇലക്ട്രിസിറ്റിയുടെ ഷട്ട് ഓഫ് ആയി പോകുന്നുമുണ്ട്. എന്തോ ലക്കുള്ളത് കൊണ്ട് തന്നെ ഹോപ്പറിനൊന്നും ആയിട്ടില്ല. പക്ഷെ ഹോപ്പറിന് റിയൽ വേൾഡിലുള്ള കോൺടാക്ട് ചെയ്യാനും പറ്റുന്നില്ല. ഹോപ്പർ അങ്ങനെ ഡെമോഗർഗൻ എങ്ങോട്ടാണ് പോയത്, ആ ശബ്ദം എങ്ങോട്ട് കേൾക്കുന്നു, ഡെമോഗർഗൻ പോയ സ്ഥലത്ത് ശബ്ദം കേൾക്കുകയാണ്. സോ ആ ശബ്ദത്തിന് ഫോളോ ചെയ്ത് പോവുകയാണ്. അപ്പോഴേക്കും നമുക്ക് വില്ലിനെ കാണിക്കുകയാണ്. വില്ലിൻ്റെ അമ്മ വില്ലിനെ അടിക്കുകയാണ് അവൻ ഇരിക്കാൻ വേണ്ടി. അപ്പോഴേക്കും വില്ലിന് അവൻ്റെ ഇമാജിനേഷനിൽ ഡെമോഗർഗനെ കാണിക്കുകയാണ്. പിന്നെ ഡെമോഗർഗൻ ആരെ ഫോളോ ചെയ്യുന്ന ഒരു വീട് ഫോളോ ചെയ്താണ് പോകുന്നത്. അതുകൊണ്ട് ഇമാജിനേഷൻ വരികയാണ്. വന്നുകൊണ്ട് തന്നെ എൻ്റെ അമ്മ അടിച്ച് വിളിച്ചുണർത്തുകയാണ്. അപ്പോൾ തന്നെ ഒരു കാര്യം പറയുകയാണ്, അവർ ആ വീട് തേടി പൊയ്ക്കൊണ്ടിരിക്കുകയാണെന്ന് പറയുകയാണ് നമ്മളെ വില്ല്. ഏത് വീട്ടിലാണെന്ന് വെച്ചപ്പോൾ നേരെ നാൻസി നോക്കുകയാണ്. അപ്പോൾ നാൻസിക്ക് കാര്യം മനസ്സിലായി, എൻ്റെ വീട്ടിലുള്ള ആൾക്കാർക്ക് ആപത്താണ്. ഇപ്പോൾ കറണ്ട് ഇല്ലാത്തത് കൊണ്ട് തന്നെ അവരെ കോൺടാക്ട് ചെയ്യാനും പറ്റില്ല, കാരണം സിഗ്നൽസ് എല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ട്. സോ നേരെ എതിരായിട്ട് നമുക്ക് ആരെ കാണിക്കണം, നമ്മൾ നാൻസിയുടെ വീട് കാണിക്കുകയാണ്. നാൻസിയുടെ വീട്ടിൽ നാൻസിയുടെ അച്ഛൻ ഹോക്കി കളിച്ചുകൊണ്ടിരിക്കുന്നു, അമ്മ കുടിച്ചുകൊണ്ട് നിൽക്കുന്നു, അനിയത്തി കരഞ്ഞുകൊണ്ടിരിക്കുന്നു. ബെഡിൽ കരഞ്ഞുകൊണ്ട് കിടന്നപ്പോഴാണ് മറ്റേ ലൈറ്റ് ബ്ലിങ്ക് ആകുന്നതായിട്ട് കാണിക്കുന്നത്. അപ്പോഴേക്ക് ആ സീലിംഗ് ഉണ്ടല്ലോ, ആ ഹൗസിന്റെ സീലിംഗ് ഭയങ്കരമായിട്ട് ബ്രോക്ക് ആയിട്ട് അതിന്റെ അകത്തുനിന്ന് ഡെമോഗർഗൻ ഇറങ്ങി വരികയാണ്. ഇതവളെ കണ്ട് പേടിച്ച് അലറി വിളിക്കുകയാണ്. അവിടെ വെച്ച് എപ്പിസോഡ് 1 സീസൺ 5 എപ്പിസോഡ് 1 അവസാനിക്കുകയാണ്. ഇത്രയേ ഉള്ളൂ. സോ എപ്പിസോഡ് 2 വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അത് ഉടൻ തന്നെ വരുന്നൊന്നും പറയില്ല, എന്നാൽ ഈ ഒരാഴ്ച തന്നെ വരുന്നതായിരിക്കാം. ഓക്കെ, സോ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ബൈ.